കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയതിൽ അടിമുടി ദുരൂഹത. പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കിയത് വിവാഹശേഷമാണ്. എന്തുകൊണ്ട് വിവാഹശേഷം ആ ബർത്ത് സർട്ടിഫിക്കറ്റ് റദ്ദാക്കി? അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് റദ്ദാക്കുന്നതിന് മുൻപ് അത് നിയമപരമായി നിലവിലിരിക്കുന്ന സാഹചര്യത്തിലാണ് വിവാഹം കഴിഞ്ഞത് എന്നത് വ്യക്തം. കഴിഞ്ഞ വർഷം സർക്കാർ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ഈ മാസം റദ്ദാക്കിയത് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നതാണ് സംശയം. അങ്ങനെയാണെങ്കിൽ ഇതിനു പിന്നിൽ എന്താണ് താല്പര്യം? പെൺകുട്ടിയുടെ വാദം കേൾക്കാതെയായിരുന്നു സർക്കാർ നടപടി എന്നതും ദുരൂഹതയേറ്റുന്നു. സർട്ടിഫിക്കറ്റ് പ്രകാരം പെൺകുട്ടി ജനിച്ചത് 2008 ജനുവരി 1-ന്. ഈ വർഷം ആധാറും പാൻ കാർഡും ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് പെൺകുട്ടി എടുത്തത്. നിയമപരമായി ലഭിച്ച ഈ രേഖകളുമായാണ് പെൺകുട്ടി കേരളത്തിലെത്തിയത്. രേഖകളുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. അതേസമയം പെൺകുട്ടിയുടെ വിവാഹം നടത്തിയതിൽ പഞ്ചായത്തിന് വീഴ്ചയില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട്. ആധാറും പാനും ജനന സർട്ടിഫിക്കറ്റും പരിശോധിച്ച ശേഷമാണ് വിവാഹ രജിസ്ട്രേഷൻ നടത്തിയത്. അന്വേഷണ റിപ്പോർട്ട് റൂറൽ എസ് പി DGPക്ക് കൈമാറി. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ നടക്കുമ്പോൾ നമ്മൾ രേഖകൾ പരിശോധിച്ചാൽ 2-3 കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഒന്ന്, ഇതിലൊരു ഗൂഢാലോചന നടന്നോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ഇതൊരു റിയൽ കേരള സ്റ്റോറി അല്ല എന്ന് വരുത്തി തീർക്കാൻ ചിലർ ഗൂഢാലോചന നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് വിവാഹം കഴിഞ്ഞതിനു ശേഷം ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് മധ്യപ്രദേശ് സർക്കാർ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. മധ്യപ്രദേശ് സർക്കാർ തന്നെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ്, ആ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ പുറത്ത് ആധാർ, പാൻ തുടങ്ങിയവ ഈ പെൺകുട്ടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഔദ്യോഗിക രേഖകൾ കൃത്യമാണെന്ന് പരിശോധിച്ച ശേഷമാണ് വിവാഹം നടത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ ഇതൊരു റിയൽ കേരള സ്റ്റോറി അല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ചിലരുടെ താല്പര്യമാണോ മധ്യപ്രദേശ് സർക്കാരിനെ കൊണ്ട് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യിപ്പിക്കുകയും ഇങ്ങനൊരു വിവാദമുണ്ടാക്കുകയും ചെയ്തത്? ഹരിമോഹൻ. അരുൺ, തീർച്ചയായിട്ടും അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജനന സർട്ടിഫിക്കറ്റ് ആരാണ് ഇഷ്യൂ ചെയ്തത്, ഏത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എപ്പോഴാണ് ഇത് റദ്ദാക്കിയതെന്നുള്ളതാണ്. അതായത് 2025 ജൂൺ മാസമാണ് മധ്യപ്രദേശ് സർക്കാർ തന്നെ ഈ ജനന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്ലാനിംഗ്, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അത് 2025 ജൂൺ മാസം 5-ാം തീയതിയാണ്. ഈ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടാണ്, ഈ ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വർഷം, അതായത് 2026 ജനുവരി മാസം നിലവിലുണ്ടായിരുന്ന ആധാർ അപ്ഡേറ്റ് ചെയ്യുകയും പാൻ കാർഡ് അത് പുതിയ പാൻ കാർഡ് എടുക്കുകയും ഈ പെൺകുട്ടി പുതിയ പാൻ കാർഡ് എടുക്കുകയും ചെയ്തത്. പക്ഷേ ഈ ജനുവരിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി, അതായത് നിയമപരമായി തന്നെ അത്തരത്തിലുള്ള രേഖകൾ കൈവശമാക്കാൻ വേണ്ടി പെൺകുട്ടി ഈ ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ജനന സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് 11-ന് ഈ പെൺകുട്ടിയുടെ വിവാഹം കേരളത്തിൽ വെച്ച് നടക്കുകയാണ്. അതിനുശേഷം മാത്രമാണ് ഈ ജനന സർട്ടിഫിക്കറ്റിൽ കാര്യമായ പിശകുണ്ടെന്നും ഈ ജനന സർട്ടിഫിക്കറ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ള രേഖകളിൽ ചില സംശയങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേശീയ പട്ടികവർഗ കമ്മീഷൻ മധ്യപ്രദേശ് സർക്കാരിനോട് ഈ ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം, അതായത് ഏപ്രിൽ മാസം ആദ്യ ആഴ്ച മധ്യപ്രദേശ് സർക്കാർ ഈ പറയുന്ന 2025 ജൂൺ മാസം ഇഷ്യൂ ചെയ്തിട്ടുള്ള ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കി. അതായത് ഇഷ്യൂ ചെയ്തതും സർക്കാരാണ്, അത് റദ്ദാക്കിയതും സർക്കാരാണ്. പക്ഷെ റദ്ദാക്കിയിരിക്കുന്നത്, ഇത്ര നാൾ പ്രശ്നമില്ലാതിരുന്ന ആ സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയിരിക്കുന്നത് വിവാഹശേഷമാണ് എന്നുള്ളത് കൂടിയാണ് ഇതിനകത്ത് ഏറ്റവും സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം. മാത്രമല്ല, ഇതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കേണ്ട മറ്റൊരു സംഗതി ഉള്ളത്, 2015 ആദ്യമായി ഈ ആധാർ എടുക്കുന്നത്, പെൺകുട്ടി ആധാർ എടുക്കുന്നത് 2015 പിന്നീട് ഇതിൽ അപ്ഡേഷൻ, അതായത് പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായ ശേഷം ആധാറിൽ അപ്ഡേഷൻ നടക്കുന്നത് 2026, അതായത് ഈ വർഷം ജനുവരി മാസമാണ്. ആ ജനുവരി മാസം അപ്ഡേഷൻ നടക്കുന്ന ഘട്ടത്തിൽ പോലും ആ ജനന തീയതി അങ്ങനെ തന്നെയുണ്ട്, അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. അതായത് 2015 ഈ പെൺകുട്ടിയുടെ ജനന തീയതി കിടക്കുന്നത് 2008 ജനുവരി 1 തന്നെയാണ്. ഇപ്പോഴും അത് തന്നെയാണ് തുടർന്നു പോരുന്നത്. അപ്പോൾ 2015 മുതൽ ഔദ്യോഗിക രേഖകളിൽ ഈ ജനന തീയതിയിൽ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുകയും അത് ഈ വിവാഹശേഷം ആ ജനന തീയതിയിൽ കാര്യമായ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ജനന സർട്ടിഫിക്കറ്റ് അടക്കം റദ്ദാക്കാൻ പറയുകയും ചെയ്യുന്നിടത്താണ് ഈ ദുരൂഹതയുള്ളത്. അരുൺ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹരി. എന്തായാലും ഇതിനൊരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതും തെളിയിക്കപ്പെടേണ്ടതാണ്. നിലവിൽ എന്തൊക്കെയായിരുന്നു വിവാദം? പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല. നോക്കൂ, മധ്യപ്രദേശ് സർക്കാർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റിൽ കൃത്യമായി തന്നെ അത് രേഖപ്പെടുത്തിയിരുന്നു. കല്യാണം നടക്കുന്ന സമയത്ത് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് വാലിഡായി നിലവിലുണ്ടായിരുന്നു. ആ ബർത്ത് സർട്ടിഫിക്കറ്റിന് പുറത്തെടുത്ത ആധാർ അത് ഒറിജിനലായിരുന്നു. ആ ബർത്ത് സർട്ടിഫിക്കറ്റിനൊപ്പം എടുത്ത പാൻ അതും ഒറിജിനലായിരുന്നു. പാൻ, ആധാർ, ബർത്ത് സർട്ടിഫിക്കറ്റ്
ഇത് മൂന്നും പരിശോധിച്ച ശേഷമാണ് വിവാഹം നടത്തിയത് എങ്കിൽ അതെങ്ങനെയാണ് ഒരു ഫേക്കായ സ്റ്റോറിയായി മാറുന്നത്? വളരെ വലിയ ദുരൂഹതയുണ്ട് ഇതിൽ. മധ്യപ്രദേശ് സർക്കാരിൻ്റെ ഇടപെടലിൽ, പ്രത്യേകിച്ച് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ഇടപെടൽ ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. അവരിടപെട്ടതിന് ശേഷമാണ് മധ്യപ്രദേശ് സർക്കാർ തന്നെ ഇഷ്യൂ ചെയ്ത ഈ പെൺകുട്ടിയുടെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് അവർ തന്നെ ക്യാൻസൽ ചെയ്തത്. മധ്യപ്രദേശ് സർക്കാർ ആദ്യം ഒരു സർക്കാർ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക, ആ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് അതേ സർക്കാർ തന്നെ പിൻവലിക്കുക. അപ്പോൾ അതിനിടയിൽ നടന്ന വിവാഹത്തെ അസാധുവായിട്ട് എങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയും? വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അപ്പോൾ എന്തായാലും ഇതിനു പിന്നിലൊരു ഗൂഢാലോചനയുണ്ടെങ്കിൽ അത് പുറത്തു വരിക തന്നെ വേണം എന്നുള്ളതാണ്. ഇതൊരു കേരള സ്റ്റോറി തന്നെയാണ് നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ.